നമുക്ക് ബാലന്റെ ഗോപതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആരിനോടും മിത്ര പറഞ്ഞു, അല്ല ദേവി ചേച്ചിയും ആനന്ദേണ്ണൻ കൂടെ ഒന്നിപ്പിക്കാൻ നമുക്കൊന്നൊരു ശ്രമം നടത്തിക്കൂടെന്ന് ചോദിച്ചു. വേണ്ട, അതൊന്നും ആനന്ദേണ്ണൻ ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. വെറുതെ എന്തിനാ നമ്മള് ആനന്ദേണ്ണ ദേഷ്യം കൂടെ പിടിച്ചു പറ്റുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആനന്ദേണ്ണ അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോവാതിരിക്കുന്നത് നല്ലതാ. അതെ മിത്രെ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നീ പ്രാക്ടീസിനൊക്കെ പോയിട്ട് നിനക്ക് പ്രാക്ടീസിന് പോകണമെന്നൊന്നും ഇല്ലേ? നാളെ മുതൽ പോണം. കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു? പോയി നിലത്ത് പായൊക്കെ വിരിച്ച് ആര്യം കിടക്കണം. പക്ഷെ കിടന്നാലും ആര്യനും പല പല ചിന്തകളായിരുന്നു മനസ്സിൽ. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ ബാലൻ കടയിലേക്ക് പോയിട്ട് റെഡിയാവണം. ഗോമതി ബാഗൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോ ആനന്ദ് റെഡിയായിട്ട് അങ്ങോട്ട് വന്നു. അച്ഛാ, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. എന്താടാ? നീ ഇന്ന് കടയിലേക്ക് നേരത്തെ ഇറങ്ങണോ? അച്ഛാ, ഞാൻ ഇന്ന് മുതൽ കടയിലേക്ക് പോകുന്നില്ലെന്നോ? എന്താടാ? ഞാനും അച്ഛൻ്റെ കൂടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാ. അതെന്തിനാടാ? അച്ഛ, അവിടെ ഒരാളുടെ കുറവുണ്ടല്ലോ, അതൊന്ന് നികത്താൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഞാൻ അവിടേക്കാ വരുന്നേ. ഇത് കേട്ടോണ്ട് ആര്യം വന്നിട്ട് പറഞ്ഞു, ദേ ആനന്ദേട്ട ജോലി കളയണ്ട, കടയിലെ കാര്യങ്ങളൊക്കെ ഞാനും ആകാശേട്ടനും കൂടെ പോയി നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടെന്ന് ആകാശ് പറഞ്ഞു, അതെ ആനന്ദേട്ടൻ്റെ നല്ല ഒന്നാരന്തരം ജോലിയല്ലേ, അത് വെറുതെ കളഞ്ഞു കുളിക്കേണ്ട കാര്യമുണ്ടോ? കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് അവിടേക്ക് പോയാലും ഒരു സമാധാനമില്ല. ഗോമതി സ്റ്റോഴ്സിലാണെങ്കിൽ നമ്മുടെ സ്വന്തം കടയല്ലേ, ഒരു സമാധാനം ഉണ്ടാവും, കുറച്ച് മനസ്സമാധാനം. അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ കിടന്ന് ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട, അവന്റെ മനസ്സിലെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ അങ്ങ് നടത്തി കൊടുത്തേക്കാൻ പറഞ്ഞു. എങ്കിൽ വാടാന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് ബാലൻ നേരെ കടയിലേക്ക് ചെല്ലുവാണ്. രാമേട്ടന് അത്ഭുതമായിരുന്നു ആനന്ദ് കടയിലേക്ക് വരുമ്പോ. ഇതെന്ത് പറ്റി ഇന്ന്? ആനന്ദ് ഉണ്ടല്ലോ, ഇതെന്താ വെറുതെ വന്നാണ് രാവിലെ? ഇനി തൊട്ട് ഇവിടെയാന്നോ? അതെ, ഇനി ഈ കടയിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ലപ്പോ വേറെ ജോലിക്ക് പോകുന്നില്ലേ? അത് പോകണ്ടാന്ന് വെച്ചു. കടയിൽ ഒരാളുടെ ഒഴിവുണ്ടല്ലോ, അപ്പൊ അത് നികത്താൻ വേണ്ടിയിട്ട്. പറയുന്നുണ്ടോന്ന് തോന്നരുത് കുഞ്ഞെ. കടയിൽ ഒരാളുടെ ഒഴിവുണ്ട്, ശ്രീദേവിയുടെ. അത് നികത്തണമെങ്കിൽ ശ്രീദേവിക്ക് ഭാരമായിട്ട് ആര് വന്നിട്ടും കാര്യമില്ല. ശ്രീദേവിയെ തന്നെ കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഇത് രാമേട്ട, അവളുടെ പേര് നീ കടയിൽ ഉച്ചരിച്ചു പോയേക്കില്ല, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഞാനിത് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നിനക്ക് താല്പര്യമില്ല, വേണ്ട, ഞാനത് പറയുന്നില്ല ആനന്ദേന്ന് പറഞ്ഞു. അപ്പോഴാണ് കടയിൽ ഒരു കസ്റ്റമർ വരുന്നത്. കസ്റ്റമറെ കണ്ടുകഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, എങ്കിൽ ഐശ്വര്യമായിട്ട് നീ തന്നെ അങ്ങ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഒന്ന് പുട്ടുപൊടിയൊക്കെ ചോദിച്ചപ്പം ആനന്ദാണ് കൊണ്ട് പുട്ടുപൊടി കൊടുക്കുന്നത്. അല്ല, ഇതെന്ത് പറ്റി പുതിയ ഒരാളിന്ന്? രാമേട്ടൻ പറഞ്ഞു, ഇത് ബാലന്റെ മോന. അതെനിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പുട്ടുപൊടിയുടെ പൈസ കൊടുക്കുന്ന സമയത്ത് ബാലനോട് പറഞ്ഞു, അല്ല ബാലേട്ടാ, ആ ബഷീറിന്റെ കട കച്ചവടമായെന്ന് കേട്ടല്ലോ. രാമേട്ടൻ ചോദിച്ചു, അല്ല അതെന്താണ്ട് കേസിൽ കിടക്കുമായിരുന്നല്ലോ? അതെ, കേസിൽ കിടക്കുമായിരുന്നു. അതിപ്പോ ആരോ വാങ്ങിച്ചു. ആരാ വാങ്ങിച്ചെന്നറിയോ? അതൊക്കെ രഹസ്യമെന്ന് അറിയാൻ കഴിഞ്ഞേ. അവിടെ ഇതുപോലെ എന്തോ സ്റ്റോർ വരാൻ പോവാന്ന് അറിയാൻ കഴിഞ്ഞേ. അങ്ങനെയാണോ? വരട്ടെ. അല്ലെങ്കിലും വികസനം നാടിന് ആവശ്യമാണല്ലോ, സ്റ്റോറുകളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, ഞാൻ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ, അതാരാ കട വാങ്ങിച്ചെന്നുള്ള. എന്തിനാ രാമേട്ട? അല്ല എന്നാലും അതൊന്നും സാരമില്ല. നമ്മൾ ഈ കട ഇവിടെ വെച്ച സമയത്തൊക്കെ അതിനുശേഷമൊക്കെ ആയിട്ട് 3-4 കട ഇവിടെ വന്നാലേ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ക്ലച്ച് പിടിച്ചോ? ഇല്ലല്ലോ, സാരമില്ല, വരുന്നൊക്കെ വരട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. പിന്നീട് സുഗന്യ അച്യുതനും കൂടെ സൂപ്പർ മാർക്കറ്റ് മുന്നിലേക്ക് വരുവാണ്. അപ്പോഴേക്ക് സുഗന്യ ചോദിച്ചു, അച്യുതേട്ടാ, ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? വാങ്ങാനൊന്നുമില്ല. അപ്പോഴേക്കും അവിടുത്തെ ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നു. എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ? അതിന് കുറച്ച് ഒരുക്കങ്ങളും ബാക്കിയുള്ളൂ, പെട്ടെന്നെല്ലാം തീർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഗന്യ ചോദിച്ചു, പുതിയ കടയാണോ അച്യുതേട്ടാ? ഉദ്ഘാടനം നടത്താൻ പോകുന്നുള്ളൂ. അതേന്ന് പറഞ്ഞു. അല്ല, എന്നാലും ഇത് ആരുടെ കടയാ? ആരുടെയും ഫ്രണ്ട്സിന്റെ ആണോന്ന് ചോദിച്ചു. എടി, നിനക്കെതിരായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ഇല്ല. എങ്കിൽ വരാൻ പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എടി, ഇത് നമ്മുടെ കടയാ. നമ്മുടെ കടയോ? സുകന്യ നോക്കി. ഇന്ദിരാ സ്റ്റോഴ്സ്. സുകന്യ കിടന്ന് തുള്ളിച്ചാടുവാണ്. അയ്യോ, നമ്മുടെ കട, ധർമ്മേന്റെ കടയെന്നും പറഞ്ഞുകൊണ്ട് അല്ലോടെ പാഞ്ഞു കിടക്കുവാണ്. ഒടുവില് അച്യുതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഇതിന്റെ തൊട്ടടുത്തെങ്ങാണ്ടല്ലേ ഗോമതി സ്റ്റോഴ്സ് ഉള്ളത്? അപ്പൊ അത് പ്രശ്നമാവോ? അപ്പൊ നിനക്ക് ഈ കട വേണ്ടെന്നുണ്ടോന്ന് ചോദിച്ചു. ധർമ്മന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷങ്ങൾ പൊടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാലോ? അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അയ്യോ കട വേണം, കട എനിക്കില്ലാതിരിക്കാൻ പറ്റില്ല, ധർമ്മേണ്ണന് വേണ്ടിയിട്ട് ഈ കട വേണമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എടി, പിന്നെ ഒരു കാര്യമുണ്ട്, ധർമ്മന് ഈ കടയുടെ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല.
അവൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ ചിലപ്പം ഇടം കൊല്ലിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നിൽക്കാന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു അച്യുതേട്ടാ. ഓ, എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ കട എനിക്ക് ധർമ്മേണ്ണ സ്വന്തമാന്ന്. ഓ, ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുവേണം. എന്റെ അനുജന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷങ്ങൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിനക്കറിയാലോ. പിന്നീട് സുകന്യ ക്യാഷ് കൗണ്ട് അങ്ങോട്ട് നോക്കി. അതെ, ഞാൻ ആ കസാലിലൊന്ന് പോയിരുന്നോട്ടെ. ഇരുന്നോ, ഇനി നിന്റെ അങ്ങോട്ട് കടയല്ലേ ഇതെന്ന് ചോദിച്ചു. അങ്ങനെ സുകന്യ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ആസ്വദിച്ച് അങ്ങനെ കറങ്ങുന്ന കസാലിലൊക്കെ ഒന്ന് പോയിരിക്കുവാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് ഒരു കടയുടെ ഓണർ ആവും താനും ധർമ്മേണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അച്യുതൻ വന്നിട്ട് പറഞ്ഞു, അറിയാലോ നാളത്തെ കാര്യത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരത്തില്ല. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം ധർമ്മേണ്ണെ കൊണ്ട്. ധർമ്മേണ്ണ എന്താണെങ്കിലും ഈ കടയിൽ വന്നിരിക്കും. ഞാനാ പറയണേ, ഈ സുകന്യ പറഞ്ഞ ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് അനുവിനെ കോളേജിൽ കൊണ്ടുവിടാനായിട്ട് ആര്യം പോകുന്ന സമയത്ത് അലോക് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അലോകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പെട്ടെന്ന് ബൈക്ക് നിർത്തി. എന്തിനേട്ടാ ബൈക്ക് നിർത്തി? കാര്യമുണ്ട്. വേണ്ട ഏട്ടാ, അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അലോകിന്റെ അടുത്ത് എന്നിട്ടിച്ചു, നീ എന്തിനു വേണ്ടിയിട്ട് അടവ് നിൽക്കുന്നേ? ആരെ കാത്തു നിൽക്കുന്ന? അതെനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ റോഡിലല്ലേ നിൽക്കുന്നത്. നിനക്കെന്താ? എന്റെ പെങ്ങളെ കാത്തു നിൽക്കുന്നറിയാം. എടാ, അവളോട് സംസാരിക്കാൻ എങ്ങാനും ശ്രമിച്ചോണ്ടല്ലോ, അവളെ ശല്യപ്പെടുത്താൻ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ റോഡ് സൈഡിലാണ് നിന്നെ, അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നും പിടിച്ചോണ്ട് അലോക ആരിനോട് ദേഷ്യപ്പെട്ടു. പിന്നീട് അനുവിനോട് ചോദിച്ചു, അനു, നിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വന്നോ? എടാ, അവളോട് നീ സംസാരിക്കാനൊന്നും പോണ്ട. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എനിക്ക് അവളോടാ സംസാരിക്കാനുള്ള, എനിക്ക് സംസാരിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് അനുവിന്റെ അടുത്തേക്ക് വന്നു. അനു, നിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വന്നോ? ഇല്ലല്ലോ, ഒരു 5 മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നീ അത് കേട്ടോന്ന് ചോദിച്ചു. ഒരു 5 മിനിറ്റ് എനിക്ക് സംസാരിക്കണ്ട. എന്റെ ഫ്രണ്ട്സിനെ വെച്ച് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പൊ അവരുടെ നമ്പർ നീ ബ്ലോക്ക് ചെയ്തു. എന്റെ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അനു പറഞ്ഞു, അലോകെ, എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോഴേക്കും ആര്യം വന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പോയിക്കോണം. അവളെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ. എടാ, നീ അതിന്റെ ഇടയ്ക്ക് ആരാ ഇങ്ങനെ വന്ന് ചോദിക്കാനായിട്ട്? ഞാൻ ഇവളോടല്ല സംസാരിക്കുന്നേ. നീ അവിടെ മിണ്ടായിരുന്നാ മതി. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അവൾക്കൊന്നും പറയാനില്ലെന്ന്, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാനില്ലെന്നും പറഞ്ഞല്ലോ. അത് അവള് പറയട്ടെ. അനു പറഞ്ഞു, എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞു. ഒന്നും മിണ്ടായില്ല അലോകെ, നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, എന്നെ ശല്യപ്പെടുത്തല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഒരു 5 മിനിറ്റ് മതി. ആര്യം പറഞ്ഞു, നിന്നോട് പറഞ്ഞാൽ നിന്റെ തലയ്ക്കകത്തേക്ക് കയറത്തില്ലടാ എന്ന് ചോദിച്ചോണ്ട് അലോകന്റെ കോളർ കയറി കുത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് മിത്ര അനു ഇടയ്ക്കിലേക്ക് കയറി. അനു ഇടയിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? അലോകൻ, നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. എനിക്ക് നിന്റെ ഒന്നും കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ഭാര്യ ചേട്ടാ പോവാന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അലോകൻ മനസ്സ് വിചാരിച്ചു, അവൾക്ക് തന്നോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അവനാണ് ബുദ്ധിമുട്ട്. ആര്യന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആദ്യം ആര്യനെ ഒതുക്കണം എന്നൊരു ചിന്ത അലോകന്റെ മനസ്സിലുണ്ടായി. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ശ്രീദേവിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകല ഉദയഭാനും ഉണ്ടായിരുന്നു. ഉദയഭാനും വിഗൊന്നും വെച്ചിട്ടില്ല. ആകെപ്പടെ നാണക്കേടായി. ശ്രീകല പറഞ്ഞു, ശ്രീകല വിഗ് മിണ്ടാ നിന്നോണം അവിടെ, നിങ്ങളുടെ വിഗ്. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, എന്റെ മോളെ കാണാൻ വരാനായിട്ട് നിനക്കെങ്കിലും തോന്നിയില്ല മീനാക്ഷി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. മീനൊന്നും പറിച്ചുകൊണ്ട് ഓടി വന്ന് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുവാണ്. മീനാക്ഷിക്കും ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. ശ്രീദേവി കരയുമാണ്. ശ്രീദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിവിടെ പറ്റുന്നില്ല മീനു, എനിക്ക് ആ വീട്ടിലേക്ക് വരണം. നിങ്ങളൊന്നും ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ ഒന്ന് തിരികെ കൊണ്ടുപോകാൻ പറ. അപ്പോഴേക്കും മീനു പറഞ്ഞു, ദേവി ചേച്ചി കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല, അറിയാലോ. അമ്മയ്ക്കുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. മീനു പ്ലീസ് മീനു, അവരോടൊന്ന് സംസാരിച്ചിട്ട്. എനിക്കും ഇത്രയ്ക്കൊക്കെ താല്പര്യം ദേവി ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. പക്ഷെ എങ്കിൽ അവർ സമ്മതിക്കേണ്ട വീട്ടിലുള്ളവര്. ശ്രീദേവി നിന്ന് കെഞ്ചുന്ന കണ്ടപ്പോൾ ശ്രീകലയ്ക്ക് സഹിച്ചില്ല. എന്തിനാ മോളെ നീ ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് കെഞ്ചുന്നേ? അതിന് മാത്രം നീ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിച്ചു. പെട്ടെന്ന് മീനു ശ്രീകലയുടെ അടുത്തേക്കുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി, നിങ്ങള് എത്രമാത്രം കള്ളത്തരാ പറയണേ. കോടീശ്വരന്മാരാന്നും പറഞ്ഞോണ്ട് കള്ളത്തരം പറഞ്ഞോണ്ടല്ലേ ശ്രീദേവി ചേച്ചി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ. ഓരോരോ കള്ളത്തരങ്ങൾ പറയാണ്ട് ശ്രീദേവി ചേച്ചി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. പിന്നീട് ഉദയഭാനുന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അങ്കിളെ, എപ്പോഴെങ്കിലും ദേവമംഗലംകാര് അങ്കിളിനോട് പൈസ ചോദിച്ചോ? അങ്കിള് കോടീശ്വരനാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊക്കെ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞേന്ന് ചോദിച്ചു. ഉത്തരം മുട്ടി നിൽക്കുവാണ് രണ്ടുപേരും, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.